എന്റെ കരിയറിൽ പ്രശ്നങ്ങൾ വരുത്താൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞാനും വിചാരിച്ചു കഴിഞ്ഞു, ഇനി വേറെ പണി നോക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാവാതെ പിന്നെയും മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഒരു പ്രശ്നമില്ലാതെ തന്നെ. അപ്പോ ഞാൻ അങ്ങനെ കുറച്ച് ബിഗർ പിക്ചറിൽ കാണുന്നവരാണ്. എന്റെ ലൈഫ് ഇവിടെ കഴിയുന്നില്ല, എനിക്ക് മുമ്പ് ലൈഫ് ഉണ്ടായിരിക്കാം, ഇപ്പൊ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നു, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈഫ് ഞാൻ എക്സൈറ്റഡ് ആണ്. അങ്ങനെ എക്സൈറ്റ്മെന്റോടെ ഓരോ ദിവസം അല്ലേ വെൽക്കം ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ അടുത്തത് ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ജേർണി, ഈ സോൾഡ് ജേർണി ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ആയിരിക്കരുത്. എന്റെ ജേർണി കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കണം, അത് നന്നായിട്ട് എൻഡ് ചെയ്യണം. അത്ര വിഷയം. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? ട്രാവലിംഗ് ഈ അടുത്ത് ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്ത ആളായിരുന്നു ഞാൻ, പക്ഷെ എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എവിടേക്കാ പോകുന്നേ? ഞാൻ കുറച്ച് അഡ്വഞ്ചറസ് സ്പിരിച്വൽ പ്ലേസസ്, അഡ്വഞ്ചറസ് പ്ലേസ് അങ്ങനെയാണ്. ഋഷികേശ് പോയിരുന്നു ലാസ്റ്റ്. അവിടെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. അതന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവിടെ തന്നെ പോയി. ഞാൻ നിർത്തിയതിന് അവിടെ തന്നെയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു സ്പൈഡർമാന്റെ പോലെ ചാടിയല്ലോ, സൂപ്പർമാൻ ഇങ്ങനെ ചാടാം. ഞാൻ അവിടെ നിന്ന് വ്യൂ കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ബാക്കിലോട്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്റെ സെൽഫ് റെസ്പെക്ടിനെ അത് ബാധിക്കും. നാണക്കേടാ പോലെ എനിക്ക് എന്നോട് ഞാൻ എന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കും. അങ്ങനെ ഉള്ളതുകൊണ്ട് കണ്ണടച്ച് ചാടി.